1945 ഓഗസ്റ്റ് 6 അമേരിക്കൻ പൈലറ്റ് പോൾ ടിബറ്റ്സ് ഇനോലഗെ എന്ന B-29 ബോംബറുമായി ജപ്പാന്റെ ആകാശത്തേക്ക് പറന്നുയർന്നു. അവന്റെ വിമാനത്തിനുള്ളിൽ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി ഒളിപ്പിച്ചിരുന്നു, ലിറ്റിൽ ബോയ് എന്ന അണുബോംബ്. സമയം രാവിലെ 8:15. ഹിരോഷിമയുടെ മുകളിൽ ആ അണുബോംബ് പതിച്ചു. ഒരു നഗരം മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. തീയും വെളിച്ചവും വിഴുങ്ങിയ ആ മണ്ണിൽ മനുഷ്യന്റെ നിലവിളികൾ പോലും ബാക്കിയായില്ല. ലോകം ആ ഞെട്ടിൽ നിന്ന് കരകയറും മുൻപേ വെറും 3-ാം നാൾ ഓഗസ്റ്റ് 9 വീണ്ടും അതേ ആകാശം കറുത്തു. ഇത്തവണ വിമാനത്തിന്റെ പേര് ബോക്സ് കാർ. പൈലറ്റ് മേജർ ചാൾസ് സ്വീനി. ലക്ഷ്യം നാഗസാക്കി. ആയുധം ഫാറ്റ്മാൻ എന്ന രണ്ടാമത്തെ അണുബോംബ്. മനുഷ്യന്റെ ക്രൂരതയുടെ ചരിത്രം സ്വയം ആവർത്തിച്ചു. 2 നഗരങ്ങൾ ഒരുപിടി ചാരമായി മാറി. ലക്ഷക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞു. തലമുറകൾക്ക് മായാത്ത മുറിപ്പാടുകൾ സമ്മാനിച്ച ആ ദിനങ്ങൾ 2-ാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു. ഇവിടെയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ആയുധം കൊണ്ട് തകർന്ന ഒരു ജനത തങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് എങ്ങനെ അതിജീവിക്കുന്നു എന്ന കഥ. അവർ പ്രതികാരത്തെക്കുറിച്ചല്ല ചിന്തിച്ചത്, പുനർനിർമ്മാണത്തെക്കുറിച്ചാണ്. ആ ചാരത്തിൽ നിന്നും അവർ പുതിയൊരു ലോകം പണിതു. സാങ്കേതിക വിദ്യയിലും സമാധാനത്തിലും ലോകത്തിന് മാതൃകയാകുന്ന ഒരു ലോകം. തങ്ങളെ തകർത്ത അതേ ശാസ്ത്രത്തെ മനുഷ്യന്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്നവർ തെളിയിച്ചു.